എന്താണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്? ഇപ്പോൾ +1 അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ എന്താണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്നും ആർക്കൊക്കെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാമെന്നും ഏത് ഡേറ്റ് മുതലാണ് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങൾക്കുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഫസ്റ്റ് 2 അലോട്ട്മെന്റിലും സീറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ നാഫി. വെൽക്കം ടു എഡ്യൂപോർട്ട് +1. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ 3 കൂട്ടം ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ എന്താ, ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് 3ാം അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കിയ ശേഷം, എന്ന് വെച്ചാൽ ജൂൺ 16, 17, ജൂൺ 18 തീയതിക്ക് ശേഷം, അതായത് സ്കൂൾ തുറന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ശ്രദ്ധിക്കണേ, സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ വരിക ആഫ്റ്റർ ജൂൺ 18 ആണ്. ജൂൺ 18 ശേഷമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരിക. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കൊക്കെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും? ഒന്നാമത്, ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, ഇതുവരെ +1 +1 അലോട്ട്മെന്റ് പ്രോസസ്സിൽ പല കാരണങ്ങൾ കൊണ്ട്, വിദേശത്തായ കാരണങ്ങൾ കൊണ്ട്, മറന്നുപോയ കാരണങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് +1 അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാം? സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം. അത് മാത്രമല്ല, ഈ അലോട്ട്മെന്റ് സമയത്ത് അവർ അപ്ലൈ ചെയ്ത ആളുകളുണ്ടാവും, പക്ഷെ അവർ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. ചിലപ്പം അവർ ഇംഗ്ലീഷ് ക്ലബ്ബിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ ഗ്രേസ് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ SPC ഉണ്ടെന്ന് പറഞ്ഞിട്ട് SPC സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയതിന് ശേഷം അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് നിന്ന് പുറത്തായ ആളുകളുണ്ടോ അല്ലേ? നമ്മൾ തെറ്റായ വിവരങ്ങൾ നൽകിയത് കാരണം, എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ തെറ്റായ വിവരങ്ങൾ നൽകിയത് കാരണം അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ നിന്ന് പുറത്തായ ആളുകളുണ്ടാവും. അവർക്കും എന്ത് ചെയ്യാം? ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല, നാളെ ഇപ്പം 3rd അലോട്ട്മെൻറ്റ്, 3ാം ഘട്ട അലോട്ട്മെന്റ് വരാൻ പോവാണ്. ആ 3ാം ഘട്ട അലോട്ട്മെന്റിലും ഒരു സ്കൂളിന് സീറ്റ് കിട്ടാത്തവർക്ക്, അലോട്ട്മെന്റ് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, ഈ 3 അലോട്ട്മെന്റ്, ഒരു അലോട്ട്മെന്റിലും ഒരു സ്കൂളിലും സീറ്റ് കിട്ടാത്ത ആളുകൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്ക് സപ്ലിമെന്ററി ഘട്ടത്തിൽ ആ തെറ്റു തിരുത്തി അപേക്ഷ പുതുക്കി സമർപ്പിക്കാം. അപ്പം ഈ തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് അലോട്ട്മെന്റിന്റെ പ്രോസസ്സിൽ നിന്ന് പുറത്തായ ആളുകൾക്ക് എന്ത് ചെയ്യാം? ഇത് തെറ്റൊക്കെ തിരുത്തി എന്ത് ചെയ്യാം? സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 കൂട്ടം ആളുകൾക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. 1, ഇതുവരെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാത്ത ആളുകൾ. 2, ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടും ഒരു അലോട്ട്മെന്റിലും സീറ്റ് കിട്ടാത്ത ആളുകൾ, ഇൻക്ലൂഡിങ് കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, ഒരു കോട്ടയിലും ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത ആളുകൾ. 3ാമത്തത്, ഇതുവരെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാത്ത ആളുകളും, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തപ്പോൾ അതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് കാരണം അലോട്ട്മെന്റിന് പുറത്തായ ആളുകളും. ഈ 3 കൂട്ടം ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? സപ്ലിമെന്ററി അലോട്ട്മെന്റിന് സമർപ്പിക്കാൻ പറ്റുക. അപ്പോൾ ഈ സപ്ലിമെന്ററി ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സ്കൂൾ തുറന്നതിന് ശേഷമാണ് വരിക. പിന്നെ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രത്യേകത, നമുക്ക് ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ കിട്ടണമെന്നില്ല. അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യും? ഈ 3 അലോട്ട്മെന്റിനും കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, എല്ലാ അലോട്ട്മെന്റും ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കി എത്ര സീറ്റിന് നോക്കും. ബാക്കി ഇപ്പോൾ ഒരു 3000 സീറ്റാണുള്ളത് വിചാരിക്കുക. ഒരു 6000 കുട്ടിക്ക് എന്ത് വേണം? അഡ്മിഷൻ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ചിലപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? 2-3 ബാച്ച് അനുവദിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്കൂളിൽ എക്സ്ട്രാ ആയിട്ട് ബാച്ച് അനുവദിക്കുകയും അതേപോലെ തന്നെ ബാക്കിയുള്ള സീറ്റുകളിലേക്ക് പരിഗണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്കൂളൊന്നും കിട്ടണമെന്നില്ല. ബാക്കി സീറ്റുകൾ ഏതൊക്കെ സ്കൂളാണുള്ളത് ആ സ്കൂളിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? സീറ്റ് കിട്ടിയേക്കാം. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് സ്കൂൾ ആയിരിക്കില്ല കിട്ടുക. ബാക്കിയുള്ള സീറ്റുകളുള്ള സ്കൂൾ അനുസരിച്ചോ, ഇനി എവിടെയെങ്കിലും സീറ്റുകൾ തികയാതെ വന്നാൽ സർക്കാർ എന്ത് ചെയ്യും? സ്പെഷ്യൽ ബാച്ചുകളോ എക്സ്ട്രാ ബാച്ചുകളോ അനുവദിക്കും. അവിടേക്കൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ സീറ്റുകൾ കിട്ടുക. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ള സ്കൂളോ നമുക്ക് താല്പര്യമുള്ള സ്കൂളോ ആയിരിക്കില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ആയിരിക്കില്ല. എന്തായിരിക്കും? ഏതൊക്കെ സ്കൂളിലാണോ സീറ്റ് ഒഴിവുള്ളത് ആ സീറ്റുകളിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.